Hello my cooking lovers, welcome back to your channel, new video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് രാജസ്ഥാനി കടി റെസിപ്പി. അതിനായിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് രാജസ്ഥാനി കടി റെസിപ്പി ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്, കമൻറ്റ് ചെയ്യുക. രാജസ്ഥാനി കടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മിക്സിങ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു കപ്പിൻ്റെ അളവാണ്. അതിനകത്തോട്ട് നമുക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽമയുടെ തൈരാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെങ്കിൽ അങ്ങനെ ആ തൈര് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കപ്പ് തൈര് എടുക്കുക. നന്നായിട്ട് ഇത് ഉടച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്നുകിൽ മിക്സിയിൽ വെച്ച് അടിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബീറ്റർ പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോണ്ട് അടിച്ചാൽ മതി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവാണ്. നമ്മൾ നോർമൽ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു കടലപ്പൊടി. അപ്പോൾ 2-2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഇത് ഞാൻ ഇട്ട് കൊടുത്ത പൊടി കുറച്ചധികമാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തിക്കായിപ്പോവും. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് എടുത്തത്. അത്രയും വേണ്ട, 2 സ്പൂൺ മതി, കുറച്ച് മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ അടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി ചേർക്കണം. ഇത് ഇതിനകത്തുനിന്ന് വീഴുന്നുണ്ടായിരുന്നില്ല. ഇനി ഇതിനകത്തോട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊടിയുപ്പാണെങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കടലപ്പൊടി ചേർക്കുമ്പോൾ ഈ ഇത്രയും ചേർക്കണ്ട, 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത് കുറച്ച് അധികം ചേർത്ത് പോയി. അപ്പോൾ ഇത്രയും അളവ് കടലപ്പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇളം ചൂടുവെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സായിട്ട് കിട്ടും. അതല്ല സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബീറ്ററോ ഫോർക്കോ എന്താണെന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനനുസരിച്ച് ഞാനിപ്പോൾ എടുത്ത പൊടിക്ക് കുറച്ച് ഒരു 2-3 കപ്പ് വെള്ളം കൂടി ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ വെള്ളം ചേർക്കുമ്പോഴും എന്താ പറയുക, കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പം അത്ര പോരാ. ഈ ഒരു വെള്ളം ചേർത്ത് ഇത്രയും പൊടിയിൽ നമ്മൾ കുറച്ചധികം തന്നെ വെള്ളം ചേർക്കണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് തിക്കായിട്ട് വരും നമ്മളത് തിളപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് കുറച്ച് തിക്കായിട്ടാണ് വന്നത്. അപ്പോൾ അത്രയും പൊടി ചേർക്കണ്ട, 2 ടേബിൾ സ്പൂൺ മാത്രം പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ എടുക്കാം. എന്നിട്ട് ഇത് അരിപ്പയിൽ കൂടെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനകത്ത് ഇനി എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടഞ്ഞു കിട്ടും. മിക്സിയിൽ വെച്ച് അടിച്ചാലും നമ്മൾ ഈ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അഥവാ മിക്സിയുടെ ജാറിലിട്ടിട്ടും അടിയാത്തതുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് അടിഞ്ഞിട്ടും. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ എടുത്ത അളവിലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 2 സ്പൂൺ മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന 2 കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു 3 കപ്പ് വെള്ളത്തിനടുത്ത് നിങ്ങൾക്ക് മതിയാവും. അപ്പോൾ ഇതിനകത്ത് ഇനിയും വെള്ളം ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് വേണ്ടി വരും. അപ്പോൾ ഉപ്പും പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കേട് ചേർത്ത് കൊടുക്കാം. കേട് ചേർത്ത് കൊടുക്കുമ്പം ഈ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ കട്ടയുണ്ടെങ്കിൽ അതിലൂടെ അങ്ങ് കട്ട ഉടഞ്ഞു കിട്ടിക്കോളും. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി, അതുപോലെ കുറച്ച് മല്ലിയില ഇച്ചിരി വാടിപ്പോയിട്ടുണ്ട് കേട്ടോ.
അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ വാടിയ പോലെ നിൽക്കും, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് വെക്കാറുണ്ട്, പക്ഷേ ഇത് ഞാൻ ബോക്സിലൊന്നും ആക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് നല്ല കട്ടിയുള്ള പാനാണ് എടുത്ത് വയ്ക്കുന്നത്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും ഓയിലല്ല വേണ്ടത്, ഇതിനകത്ത് നല്ല എണ്ണയാണ് വേണ്ടത്. അതായത് നല്ല എള്ളെണ്ണ ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇതിനകത്തോട്ട് ഇനി നമുക്ക് പെരിഞ്ജീരകം ഒരു 1.5 ടേബിൾ സ്പൂണും, അതുപോലെ നല്ല ജീരകം ചെറിയൊരു 1/2 ടേബിൾ സ്പൂണും, കായത്തിൻ്റെ ഒരു ചെറിയ പീസും കൂടി ചേർത്ത് കൊടുക്കണം. അതുപോലെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം. എല്ലാം ഈ എണ്ണയിൽ ഓരോ സൈഡിലായിട്ട് ഇട്ടിട്ട് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പെരിഞ്ജീരകം അത്രയും മതിയാവും. ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കടുക് ഒരു സൈഡ്, ജീരകം ഒരു സൈഡ്, ഇനി ഒരു മീഡിയം സൈസ് കായത്തിൻ്റെ പീസ്, പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം അങ്ങ് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു നുള്ള് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിനകത്തോട്ട് ഇനി ഇഞ്ചി, പച്ചമുളക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത്, പച്ചമുളക് കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. ഇഞ്ചിയും നല്ല പച്ചമുളകും, അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. ഇഞ്ചി പച്ചമുളകും ചെറുതായിട്ട് ഒന്ന് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ഈ കടല മാവിൻ്റെയും അതുപോലെ തൈരിൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ, ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ട് ഇനി തിള വരുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ ഇത് തിക്കാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഇത് ലൂസാക്കി എടുക്കാം. ഇത് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ നിന്ന് നമ്മൾ പോകാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. ഇതിനകത്ത് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കുമ്പം ഇളം ചൂട് വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ഉപ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായി പാകമായിട്ട് വന്നിട്ട് കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് എടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒന്നുകിൽ ഒരു മീഡിയം സൈസ് ശർക്കര ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ, ഒരു 1/2 ടേബിൾ സ്പൂണോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചായിട്ട് ഉപ്പ് എപ്പോഴും ചേർക്കാറുള്ളൂ. കാരണം ഏറ്റവും ലാസ്റ്റ് കുറുകി വന്നതിന് ശേഷമാണ് ശരിക്കും ഉപ്പ് നോക്കിയിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ആ സമയമാകുമ്പോഴത്തേനും കുറുകി വരുമ്പോൾ സംടൈംസ് ഉപ്പ് ചിലപ്പോൾ വേണ്ടി വരില്ല. അപ്പോൾ ആ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ മാത്രം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കുക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് തന്നെ കുറേ ഉപ്പൊക്കെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വറ്റുന്ന സമയത്ത് അത് ഉപ്പ് അധികമായിപ്പോവും. അതുപോലെ തന്നെ കറി ആയാലും കറി കുറുകി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇട്ട ഉപ്പിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതലാണെങ്കിൽ ഭയങ്കര ഉപ്പ് അധികമായിപ്പോവും. അപ്പോൾ കറി കുറുകിയതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് താളിച്ച് കൊടുക്കാനായിട്ട് നമുക്കൊരു കുഞ്ഞു പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, കുറച്ച് സ്വീറ്റ്നെസ്സും പുളിയും ഒക്കെ ആയിട്ടുള്ള. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയൊരു പാൻ വയ്ക്കാം കടുക് താളിക്കാനായിട്ട്. അപ്പോൾ ഇത് എള്ളെണ്ണ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ എള്ളെണ്ണ ഇല്ല, അതുകൊണ്ട് നമ്മുടെ വെളിച്ചെണ്ണ വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് വറ്റൽമുളക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് അതുപോലെ അയമോദകം, നമ്മുടെ അജ്വാൻ ഉണ്ടല്ലോ,
അതും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് താളിച്ചൊന്ന് കൊടുക്കാം. ഈ അയമോദകം ഇടുമ്പം ഇതിന് വേറൊരു പ്രത്യേക ടേസ്റ്റ് വരും. അവിടെയൊക്കെ എല്ലാ കറികളിലും ഈ അജ്വാൻ സീഡ് അല്ലെങ്കിൽ അയമോദകം അവർ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുക. അപ്പോൾ ഈ മുളക് നമ്മൾ വറുക്കുമ്പോൾ ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അതുപോലെ വറ്റൽമുളകും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റി കറിയാണ്. ഇതിലൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കടലപ്പൊടി ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൊടി എടുത്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഞാനാണെങ്കിൽ മിക്സ് ചെയ്തും പോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ട് കറി അങ്ങ് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇതുപോലത്തെ അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം സവി.